നിന്റെ അപ്പത്തെ വെള്ളത്തിന്റെ മേലെറിയുക, അത് മടങ്ങി വരും, മടങ്ങി വരും, മടങ്ങി വരും. ഈ പ്രാർത്ഥനയ്ക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചർച്ചിൽ ഒരു ചെറിയ കോട്ടേജ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ കോട്ടേജ് മീറ്റിങ്ങിൽ പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. 2-3 ആഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞ വാക്കാണ്, ഈ മാസത്തിൻ്റെ കലണ്ടർ നിന്റെ തിരിച്ചിടുന്നതിന് മുമ്പ് ദൈവം ഒരു പ്രവൃത്തി അയക്കും എന്ന് ആ മാതാവ് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ സഭയിരുന്ന് അതങ്ങ് വിശ്വസിച്ചു, ഞങ്ങളങ്ങ് ഏറ്റെടുത്തു. അത് ഈ ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. അതിൻ്റെ പ്രാർത്ഥനയ്ക്കാണ് പോയത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനും ജിബിച്ചാനെ കർത്താൻ ഞങ്ങളൊക്കെ ഒരുമിച്ച് കഴിഞ്ഞ ദിവസം ഒരു കർത്താദാസൻ ജിബിപ്പാസ് ഒരുമിച്ച് ഞങ്ങളൊരു ഇതേപോലൊരു നൈറ്റ് പ്രെയർ ഉണ്ടായിരുന്നു. അതിനകത്തൊരു ദൈവദാസൻ പറഞ്ഞ വാക്കുണ്ട്, ചർച്ച് ഒരു ചുരുങ്ങിയ അളവിൽ ആ ദൈവദാസൻ്റെ ചർച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വിളിച്ചു പറയും, അടുത്ത ആഴ്ച നേരത്തെ വരണം, നേരത്തെ വന്ന് മീറ്റിംഗ് കൂടണം, അല്ലെങ്കിൽ ഇരിക്കാൻ സ്ഥലം കാണത്തില്ല. സത്യം പറഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പക്ഷേ നീണ്ട വർഷങ്ങൾ അദ്ദേഹം ആ വാക്ക് പറഞ്ഞുകൊണ്ടേയിരുന്നു. അന്നേരം ചർച്ചിലുള്ള ദൈവമക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ, എത്ര പേര് വന്നാലും ഇരിക്കല്ലോ, അതിനു വേണ്ടി ആൾക്കാരൊന്നും ഇവിടെ ഇല്ലല്ലോ. പക്ഷെ നമ്മൾ പറയുന്നത് മടങ്ങി വരുമെന്നേ. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ 4-5 സെക്ഷനിലോട്ട് ആരാധനകൾ പോയി. ഇന്ന് രാത്രി ഞാൻ ചിലരോട് പറയും, നിങ്ങൾ പറയുന്നത് സംഭവിക്കും. നിന്റെ അപ്പത്തെ വെള്ളത്തിൻ്റെ മേൽ എറിയുക. നീ പറയുന്നത് ചിലത് പ്രഖ്യാപിക്കുക. വിശ്വാസത്തോടെ ചിലത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി പറയുന്നതിനകത്ത് ഈ ദിവസങ്ങളിൽ തന്നെ ഒരു മറുപടി ഉണ്ട്. വിശ്വസിക്കുന്നവർ കൈകൾ ഉയർത്തി എന്തെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ. ഒരു സെക്കൻഡ് ഒന്ന് വായുകൾ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ. വിശ്വാസത്തിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ. ആത്മാവിലൊന്ന് പറഞ്ഞാട്ടെ. സാധ്യത കാണത്തില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒന്ന് പഠിച്ചിട്ട് പറയല്ലേ. പഠിച്ചിട്ടോ അവസ്ഥ കണ്ടിട്ടോ ഒന്നും പറയരുത്. ഒരു സാധ്യതയില്ലാത്ത സ്ഥലത്ത് കൈകൾ ഉയർത്തി 1 സെക്കൻഡ് തരുക, ഒന്ന് പറഞ്ഞോ. ദൈവം അതിനകത്ത് ചില അത്ഭുതങ്ങളെ അയക്കും. ലബാശതന കർത്താവേ, ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു, ഈ കുഞ്ഞുങ്ങൾ, ഈ പ്രിയപ്പെട്ടവർ പറയുന്ന ഈ വാക്കിനകത്ത് ഇപ്പോൾ തന്നെ ഒരു ദൈവശക്തി വ്യാപരിക്കട്ടെ. സാധ്യതകൾ അവരുടെ മുമ്പിലില്ല, പക്ഷെ ഒരു ദൈവകരം ചലിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരു ദൈവിക ചലനം ഇന്ന് രാത്രി സംഭവിക്കട്ടെ. ആ വാക്കൊന്ന് എടുത്ത് ഞാൻ പറയുക, ചിലത് മടങ്ങി വരും.